അങ്ങനെ ബാലേന്ദ്രൻ അലീനെ കാണാനായിട്ട് സ്റ്റാലിയുടെ വീട്ടിലെത്തും. അന്നേരം അവിടെ അലീനയും സ്റ്റാലിയുടെ അപ്പച്ചനും മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബാലേന്ദ്രന്റെ വണ്ടിയെല്ലാം കണ്ട് അലീനോടി മുറ്റത്തേക്ക് പോകും. അച്ഛാ, അച്ഛൻ എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ? അതെന്താ മോളെ, നിന്നെ കാണാൻ വരണമെങ്കിൽ എനിക്ക് മുൻകൂട്ടി അനുവാദം ചോദിക്കണോ? അച്ഛ വേണ്ടട്ടോ, ഞാൻ അങ്ങനെയാണ് പറഞ്ഞേ എന്നവള് ചോദിക്കുമ്പോ ബാലേന്ദ്രൻ അവിടെ ഒന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, നിനക്ക് സുഖാണോടി മോളെ? അച്ഛൻ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നവള് ചോദിക്കുമ്പോ ബാലേന്ദ്രൻ ഒന്ന് അടിമുടി നോക്കിട്ട് പറയും. എന്നിട്ട് പറയും, നീ ഒന്ന് വെളുത്തു, കുറച്ച് തടിച്ചു. ഹോഹോ, അത്രയ്ക്കൊക്കെ വേണോ അച്ഛാ? എന്നെ ഇവിടെ ആക്കിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല മോളെ. പക്ഷെ അന്നത്തെ നിന്റെ മുഖം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. നിനക്ക് അന്ന് ഇവിടെ വന്നത് തീരെ ഇഷ്ടായിട്ടില്ലായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടു കളഞ്ഞ പോലെയായിരുന്നു നിന്റെ മുഖഭാവം. എന്നാ ഇപ്പൊ നീ വലിയ സന്തോഷവതിയാണ്, നിനക്കിവിടെ ഒരു കുറവില്ലെന്ന് നിന്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകും എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ ആലീന പറയും, അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാനിപ്പോ ഇവിടെ സന്തോഷവതിയാണ്. കാരണം പപ്പ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഒരു മകളെ പോലെ കാണുന്നേ എല്ലാവരുടെ അടുത്ത് ഞാൻ പപ്പയുടെ മകളാണെന്ന് പപ്പ തലയുയർത്തി പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ അവള് നിറ കണ്ണുകളോടെ പറയുമ്പോ ബാലേന്ദ്രൻ അവിടെ ഒരുപാട് സന്തോഷാകും. എന്തായാലും അച്ഛൻ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അലീന ബാലേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാണ്. അന്നേരം ഹോളിൽ സ്റ്റാലിയുടെ അപ്പച്ചൻ അലീനയുടെ വല്യപ്പച്ചൻ ഔതോകുട്ടി ഉണ്ടായിരിക്കും. അയാള് ചോദിക്കും, മോളെ ഇതാരാ? ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച ഇതെന്റെ അച്ഛനാ. ഞാൻ മുമ്പ് നിന്നത് അച്ഛന്റെ വീട്ടിലായിരുന്നു. അച്ഛനാണ് പപ്പയെ കണ്ടുപിടിച്ച് എന്നെ പപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ചേ എന്നൊക്കെ അലീന പറയുമ്പോ വല്യപ്പച്ചൻ പറയും, ഹാ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ബാലചന്ദ്രനല്ലേ? മുമ്പ് ഒരിക്കൽ നിങ്ങൾ പുനലൂരിൽ വന്ന് ലാലച്ചന്റെ അഡ്രസ്സൊക്കെ വാങ്ങിപ്പോയതല്ലേ? നിങ്ങൾ ഇരിക്കി, മോളെ അച്ഛന് കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുക്ക്. അങ്ങനെ അലീന ബാലേന്ദ്രന് കുടിക്കാനായിട്ട് ചായക്ക് കൊണ്ടുവരും. അപ്പൊ വല്യപ്പച്ചൻ പറയും, മോളെ നിങ്ങൾ സംസാരിച്ചിരിക്കി, ഞാൻ റൂമിലേക്ക് പോവാ എന്ന് പറഞ്ഞ് കുട്ടി അങ്ങ് പോകും. അന്നേരം അലീന ചോദിക്കും, എന്തൊക്കെയുണ്ട് അച്ഛാ അവിടുത്തെ വിശേഷങ്ങൾ? അപ്പൊ ബാലേന്ദ്രൻ പറയും, അവിടെ എന്ത് വിശേഷം, എല്ലാം പതിവ് പോലെ തന്നെ. വൈജയന്തി ബാങ്കിൽ പോകാൻ തുടങ്ങിയ വിവരം ഞാൻ നിന്നെ വിളിച്ചപ്പോ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഹാ, അത് അച്ഛൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്, നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്നവള് ചോദിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, അതൊന്നും എനിക്കറിയില്ല മോളെ, ഞാൻ അതൊന്നും നോക്കാറില്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ അലീനയ്ക്ക് മനസ്സിലാകും, ഞാൻ അവിടുന്ന് പോന്നിട്ടും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കൊന്നും തീർന്നിട്ടില്ലെന്ന്. അങ്ങനെ അവള് ചിന്തിക്കുന്നുണ്ട്, തന്റെ അമ്മയോടൊപ്പം 22 വർഷത്തോളം സന്തുഷ്ടമായ ദാമ്പത്യമായിരുന്നു അച്ഛനും അമ്മയും നയിച്ചത്. താൻ ആ വീട്ടിൽ ചെന്നതോടെയാണ് അവര് തമ്മിലുള്ള ബന്ധം തകർന്നു പോയത്. തന്റെ ജന്മരഹസ്യാണ് എല്ലാത്തിനും കാരണം. ഇനി എന്തെങ്കിലും സന്തുഷ്ടമായും സ്നേഹപൂർവ്വവും ഒരു കുടുംബജീവിതം ഇവര് തമ്മിൽ ഉണ്ടാകുമോ എന്നൊക്കെ നിറ കണ്ണുകളോടെ അലീന ചിന്തിക്കാണ്. ആ നേരം ബാലേന്ദ്രൻ അലീനോട് ചോദിക്കും, നീ എന്താ മോളെ ചിന്തിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. അതൊക്കെ പോട്ടെ, കൃഷ്ണമോളും ഭവിതയും രോഹിത്തിന്റെ ഒക്കെ പാടെന്താ? അവര് പഠിക്കുന്നുണ്ടാ അച്ഛാ? ഓ ഉണ്ട് മോളെ, അടുത്ത ആഴ്ച മുതൽ അവർക്ക് എക്സാം തുടങ്ങാണ്. അതുകൊണ്ടൊക്കെ അവര് നല്ല പഠിത്തത്തിലാ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ സ്റ്റാലി അങ്ങോട്ട് വരികയാണ്. സ്റ്റാലിയെ കണ്ടതും ബാലേന്ദ്രൻ എഴുന്നേറ്റ് സന്തോഷത്തോടെ അയാൾക്ക് മുമ്പിൽ കൈ നീട്ടി. ഹലോ മിസ്റ്റർ സ്റ്റാൻലി എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ കുറച്ച് ഗൗരവത്തോടെ സ്റ്റാലി പറയും, ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ. എന്നയാൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലായിരിക്കും സ്റ്റാലി അവിടെ ബാലേന്ദ്രന്റെ അടുത്ത് സംസാരിക്കുക. അച്ഛനെ കണ്ടിട്ടും പപ്പയുടെ മുഖത്ത് വലിയ സന്തോഷമില്ലെന്ന് അലീന ശ്രദ്ധിച്ചു. അങ്ങനെ സ്റ്റാലി പറയും, ബാലേന്ദ്രൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നയാൾ പറയുമ്പോ അലീന ഭക്ഷണൊക്കെ ഊണുമേശയിൽ തയ്യാറാക്കി വെക്കും. അച്ഛാ, ഇന്ന് വിഭവങ്ങളൊക്കെ കുറവാണ്. ഞങ്ങൾ ഇന്ന് തറവാട്ടിൽ പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നവള് പറയുമ്പോ ബാലേന്ദ്രൻ പറയും, മോളെ ഞാൻ ഇവിടെ വന്നത് സദ്യ കഴിക്കാനല്ല, നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാനാ. അച്ഛൻ നിന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നിനക്കൊരു കാലത്തും തോന്നാൻ പാടില്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ സ്റ്റാലി മൈൻഡാക്കാതെ സ്റ്റാലിയുടെ ഫുഡ് കഴിക്കും. ബാലേന്ദ്രൻ സ്റ്റാലിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ, സംസാരൊക്കെ ഊണ് കഴിഞ്ഞിട്ട് മതി മിസ്റ്റർ മേനോൻ. ഇത് കേൾക്കുമ്പോ അലീനയ്ക്കും ബാലേന്ദ്രനും അവിടെ വലിയ സങ്കടാവുന്നുണ്ട്. അലീന ചിന്തിക്കും, പപ്പയ്ക്ക് അച്ഛൻ ഇവിടെ വന്നത് ഇഷ്ടായിട്ടില്ല. പപ്പയുടെ ഒരു പെരുമാറ്റം അച്ഛന് സങ്കടായി കാണും എന്നൊക്കെ അലീന അവിടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ശാലി ബാലേന്ദ്രനെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മേനോൻ ഇരിക്കണം, ഒരു ഗ്ലാസ് ഒഴിക്കട്ടെ എന്ന് ശാലി ചോദിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, വേണ്ട. ആട്ടെ മേനോൻ, എന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം? അത് പിന്നെ അലീനെ ഒന്ന് കണ്ട് അവളുടെ സുഖവിവരൊക്കെ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അപ്പൊ ശാലി ചോദിക്കും, എന്നിട്ട് മേനോൻ അന്വേഷിച്ചോ? അവൾ എന്തു പറഞ്ഞു?
അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് ഈ വീടും ചുറ്റുപാടൊക്കെ ഒരുപാട് ഇഷ്ടായെന്ന് പറഞ്ഞു. ആദ്യം അവൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ സന്തോഷവതിയാണ് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ സ്റ്റാലി പറയുന്നുണ്ട്, ഇവിടെ ഇഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അവൾക്കൊരു കുറവ് പോലും ഞാൻ വരുത്തുന്നില്ല. അവളിവിടെ നിങ്ങളുടെ വീട്ടിലെ പോലെ വീട്ടുജോലിക്കാരിയല്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബാലേന്ദ്രനെ വല്ലാണ്ടങ്ങ് തളർത്തി. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, എന്റെ വീട്ടിൽ അവൾ ഒരു വീട്ടുജോലിക്കാരിയായിട്ടാണ് വന്നത്. പക്ഷെ അവൾ ആരെന്ന് അറിഞ്ഞ ശേഷം ഞാൻ അവളെ എന്റെ മോളെ പോലെ കരുതിയിട്ടുള്ളൂ. എന്റെ കുട്ടികൾക്ക് ഇപ്പോഴും അവളെ സംബന്ധിച്ച ഒരു സത്യങ്ങളും അറിയില്ല. എന്നിട്ടും അവരൊക്കെ അവളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ 100 ഇരട്ടിയുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്ന വാത്സല്യം എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഞാൻ മിസ്റ്റർ മേനോനെ ഒട്ടും കുറച്ചു കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞതത്രയും ശരിയാണ്. നിങ്ങൾ എന്റെ മകളെ ഇവിടെ എത്തിച്ചു തന്നതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മിസ്റ്റർ മേനോൻ എന്ന് സ്റ്റാലി പറയുമ്പോ ബാലേന്ദ്രൻ അവിടെ ഒന്ന് മൗനമായി. അങ്ങനെ സ്റ്റാലി പറയും, ഞാനിനി പറയാൻ പോകുന്ന കാര്യം നന്ദികേടാണെന്ന് വിചാരിക്കരുത്. ഞാൻ അലീനയുടെ വിവാഹം നടത്താൻ ആലോചിക്കുന്നുണ്ട്. മിക്കവാറും ഒരു വർഷത്തിനകം. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും അവന്റെ കുടുംബക്കാരെല്ലാം അലീനയുടെ പാസ്റ്റ് അന്വേഷിക്കും. ഒന്നും മറച്ചു പിടിച്ചുകൊണ്ട് അവളുടെ വിവാഹം നടത്താൻ എനിക്ക് പറ്റില്ല. അതൊരു ചതിയായിട്ടേ പിന്നീട് അവർ കാണുകയുള്ളൂ. വിവാഹത്തിന് മുമ്പ് എനിക്കൊരു ലവ് അഫയറിൽ ഉണ്ടായ മകളാണെന്ന് എനിക്ക് അവരോട് തുറന്നു പറഞ്ഞേ പറ്റൂ. പക്ഷെ അവളുടെ അമ്മയായിരുന്നോ ആ വകയിലുള്ള അവളുടെ കുടുംബക്കാരായിരുന്നോ വെളിപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോ ബാലേന്ദ്ര മേനോനും അത് ശരിവച്ചു. അങ്ങനെ സ്റ്റാൻലി ബാക്കി പറയും, പക്ഷെ സ്വാഭാവികമായും ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ, പെൺകുട്ടിയുടെ അമ്മയാരെന്നും അവര് ജീവിച്ചിരിപ്പുണ്ടോ ബന്ധുക്കളുണ്ടോ എന്നൊക്കെ. ഈ ഒരു ചോദ്യത്തിനൊക്കെ ഞാൻ കൊടുക്കാൻ പോകുന്ന മറുപടി ഇതാണ് മിസ്റ്റർ മേനോൻ, അവളുടെ അമ്മ ഇപ്പോ ജീവിച്ചിരിപ്പില്ല. ആ ബന്ധത്തിലുള്ള ബന്ധുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന ഉത്തരം കൊണ്ട് മാത്രമേ അത്തരം ചോദ്യങ്ങളുടെ വാ മൂടി കെട്ടാനായിട്ട് പറ്റുകയുള്ളൂ. അതോടുകൂടി ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആയിക്കോളും എന്ന് സ്റ്റാൻലി പറയുമ്പോ ബാലേന്ദ്ര മേനോൻ അവിടെ നെറ്റിച്ചുളിക്കും. എനിക്ക് നിങ്ങൾ പറയുന്നത് അങ്ങ് മനസ്സിലാവുന്നില്ല മിസ്റ്റർ സ്റ്റാൻലി. അപ്പൊ സ്റ്റാൻലി അവിടെ ഒരു ഉദാഹരണം പറയും. മിസ്റ്റർ ബാലചന്ദ്ര മേനോനോ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു പോയ മനുശങ്കർ എന്ന പയ്യനെയോ ഇവിടെ വെച്ച് കാണാനിടയെന്ന് ഇരിക്കട്ടെ. അതാരെന്ന് അലീനയുടെ ഹസ്ബൻഡോ മറ്റുള്ളവരോ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയണം? ഒന്നുകിൽ സത്യം പറയണം, അല്ലെങ്കിൽ കള്ളം പറയേണ്ടി വരും. രണ്ട് ഓപ്ഷനും എന്റെ മോളുടെ ജീവിതത്തെ ബാധിക്കും. ഇത് പറഞ്ഞതോടെ ബാലേന്ദ്രന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി. ഞങ്ങൾ ആരും ഇനി അലീനെ കാണാൻ വരരുത് എന്നല്ല സ്റ്റാലി നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഏയ് അല്ലല്ല, ആ ഒരു അർത്ഥത്തിലല്ല ഞാനിത് പറഞ്ഞത്. ഞാനിപ്പോ ഇത് പറയാൻ കാരണം എന്റെ മോളുടെ ഭാവി ഓർത്തിട്ടാണ്. നിങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഭാവിയിൽ അവൾക്ക് ദോഷം ചെയ്യുമെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഇനി വിശദീകരിക്കേണ്ട സ്റ്റാലി, നിങ്ങൾ പറഞ്ഞു വന്ന കാര്യൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ സ്റ്റാലി പറയും, പാലായിൽ നിന്നുള്ള ആളുകൾ വന്നു പോകുന്നത് മറ്റുള്ളവരുടെ ഉള്ളിൽ സംശയം ജനിപ്പിക്കും. നിങ്ങളുടെ മക്കളും ബന്ധുക്കളാണെങ്കിലോ അലീനെ എപ്പോഴും ഫോണിൽ വിളിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ മോൾക്ക് ഒരു ഗുണവും ഇല്ല. അവളുടെ നല്ല ഭാവിയെ കരുതിയെങ്കിലും അതെല്ലാം ഒഴിവാക്കണം മിസ്റ്റർ മേനോൻ. അപ്പൊ ബാലേന്ദ്രൻ പറയും, അത് നിങ്ങളല്ല പറയേണ്ടത്, അലീന പറയട്ടെ. ഞങ്ങളാരും അവളെ വിളിക്കണ്ടെന്ന്. അവൾ അങ്ങനെ പറഞ്ഞ പിന്നെ ആ കുടുംബത്തിൽ നിന്നും ഒരാള് പോലും അവളെ വിളിക്കില്ല. അവളെങ്ങനെ അത് പറയും മേനോൻ? അവൾക്ക് അതിനുള്ള കാര്യവിവരമൊന്നും ഇല്ല, ചെറിയ പ്രായല്ലേ. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, അലീനയുടെ ഇഷ്ടം എന്താന്ന് അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത്? അപ്പൊ സ്റ്റാലി പറയും, അവളുടെ ഇഷ്ടം കൂടി നോക്കും. പക്ഷെ അവൾ ആഗ്രഹിച്ചെന്ന് കരുതി അത് സാധിച്ചു കൊടുക്കുന്ന ഒരു അപ്പനല്ല ഞാൻ. എന്ന് വെച്ച് ഞാൻ അവളെ ഒന്നും അടിച്ചേൽപ്പിക്കില്ല. ഹോ, അങ്ങനെയാണോ സ്റ്റാലി? താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞ മനുശങ്കർ എന്ന ചെറുപ്പക്കാരനും അലീനയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന വിവരം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോ സ്റ്റാലി പറയും, അതൊക്കെ ഉണ്ടാകാം. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം സ്നേഹിക്കുന്നത് അതൊക്കെ സ്വാഭാവികമാണ്. എന്ന് വെച്ച് വിവാഹം കഴിച്ചോളന്നില്ലല്ലോ. വിവാഹിതരായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. നോക്കു മിസ്റ്റർ മേനോൻ, പരസ്പരം സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിച്ചോളന്നില്ല എന്ന ശാലിയുടെ മറുപടി ബാലേന്ദ്രനെ മുഷിപ്പിച്ചു. തർക്കിക്കാൻ ഞാനില്ല. മനു അലീനും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കുമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പാലാ കൊല്ലപ്പള്ളി കൈതക്ക മാളിക വീട്ടിലെ കുടുംബക്കാരുമായിട്ട് ഇനി യാതൊരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല മിസ്റ്റർ മേനോൻ. ഞാനത് സമ്മതിക്കില്ല. ശാലിയുടെ സ്വരത്തിൽ മാറ്റം വന്നു. ഞാനാണ് അലീനെ ഇവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പൊ ശാലി പറയുന്നുണ്ട്, എന്റെ മകളെയാണ് നിങ്ങളെ എന്റെ അടുത്ത് എത്തിച്ചത്. ആ കാര്യം നിങ്ങളും മറക്കരുത്. അപ്പൊ ബാലേന്ദ്രൻ പറയും, നിങ്ങളുടെ മാത്രല്ല എന്റെ ഭാര്യയുടെ കൂടി മകളാണ് അലീന. അവളുടെ അമ്മ മരിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ബാലേന്ദ്ര മേനോൻ മുന്നറിയിപ്പ് കൊടുത്തു. അന്നേരം ഇവരുടെ സംസാരം കേട്ട് അലീന അങ്ങോട്ട് വരുന്നുണ്ട്.
എന്താച്ചാ എന്താ പപ്പ, നിങ്ങൾ തമ്മിൽ വഴക്കിടാണോ? അപ്പൊ ബാലേന്ദ്രൻ പറയും, അതേ മോളെ. എന്തിനാച്ചാ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത്? അപ്പം മേനോൻ പറയുന്നുണ്ട്, മോളെ, നിന്റെ പാപ്പ നിനക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു നീയും മനുവും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന്. അവന് നിന്റെ അടുത്തുള്ള സ്നേഹം നിനക്ക് അറിയാവുന്നതല്ലേ. പക്ഷെ ആ വിവാഹം ഒരിക്കലും നടത്തില്ലെന്നാ നിന്റെ പപ്പ പറയുന്നേ. അപ്പൊ സ്റ്റാൻലി പറയും, എന്റെ മകളുടെ വിവാഹം ആരുമായിട്ട് നടത്തണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് എന്റെ അവകാശല്ലേ. സ്റ്റാലി തന്റെ നിലപാട് അന്നേരം വ്യക്തമാക്കി. അപ്പൊ ബാലേന്ദ്രൻ പറയും, മോളെ, നീയാണ് തീരുമാനം എടുക്കേണ്ടവൾ. നീ പ്രായപൂർത്തിയായവളാണ്, അറിവും പക്വതയുള്ളവളാണ്. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. ബാലേന്ദ്ര മേനോൻ അവളോട് പറഞ്ഞു. അന്നേരം അലീനയാവട്ടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരും തമ്മിൽ ഒരു വലിയ വഴക്ക് നടന്നെന്ന് അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു. അലീനയുടെ മുഖത്ത് വല്ലായ്മ പടർന്നു. നീ തന്നെ തീരുമാനിച്ചോ? ബാലേന്ദ്രൻ വിഷയം അലീനയ്ക്ക് വിട്ടുകൊടുത്തു. മനുവിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ അത് പറയണം. നിന്നെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കാണവൻ. അവനെ കുരങ്ങ് കളിപ്പിച്ച് വേദനിപ്പിക്കരുത്. നീ കൈവിട്ടെന്ന് വെച്ച് അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് നീ പേടിക്കൊന്നും വേണ്ട. കുറച്ച് വിഷമിച്ചേക്കും, സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോ അലീന നിസ്സഹായായി രണ്ടുപേരെയും മാറി മാറി നോക്കും. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇത്രയും വേഗം ഉണ്ടാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അങ്ങനെ അലീന സ്റ്റാലിയുടെയും ബാലചന്ദ്രന്റെയും നടുവിലിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ വിവാഹക്കാരിയാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം അല്ലേ എന്ന് പറഞ്ഞ് അവള് രണ്ടുപേരെയും മാറി മാറി നോക്കും. അപ്പൊ സ്റ്റാലി പറയും, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. മതി പപ്പ, പ്രശ്നം ഉണ്ടല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ വിവാഹക്കാരുടെ അടുത്ത് പപ്പയച്ഛന് വിഷമിക്കണ്ട. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തോളാം എന്ന് അലീന പറയുമ്പോ സ്റ്റാലിയുടെയും ബാലേന്ദ്രന്റെയും മുഖന്ന് വാടി. ഇങ്ങനൊരു മറുപടി അവര് പ്രതീക്ഷിച്ചിട്ടില്ല. ആ തീരുമാനം ശരിയല്ലല്ലോ മോളെ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ. പപ്പയച്ഛനും കൂടി എന്റെ കല്യാണത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണം. അപ്പൊ സ്റ്റാലി ചോദിക്കും, ഞങ്ങള് രണ്ടുപേരെയും നീ ഒരുപോലെയാണ് കാണുന്നേ എന്ന് ചോദിക്കുമ്പോ അലീന പറയും, അല്ല, വ്യത്യാസമുണ്ട്. ഈ അച്ഛനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ എന്ന് വിളിച്ചത്. അത് മാത്രല്ല, അച്ഛനല്ലേ എന്റെ പപ്പയെ കണ്ടുപിടിച്ച് എന്നെ ഇവിടെ എത്തിച്ചത്. അത്രയും ഹൃദയ വിശാലത ഈ ലോകത്ത് മറ്റാർക്കുണ്ടാകില്ല എന്ന് അലീന പറയുമ്പോ സ്റ്റാലിയുടെ വാ അടഞ്ഞു. തന്റെ മകൾക്ക് ബാലേന്ദ്രനോടാണ് കൂടുതൽ സ്നേഹവും കൂറൊക്കെ. അയാളാണ് തന്നെക്കാ മുമ്പിൽ. അവളുടെ മനസ്സിൽ എനിക്ക് രണ്ടാം സ്ഥാനാണ്. അങ്ങനെ അലീന ബാക്കി പറയും. അച്ഛനെ കണ്ടെത്തിയ ശേഷമാ ഞാൻ എന്റെ പപ്പയെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് പപ്പയുടെ സ്വഭാവം എന്തായിരുന്നെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി പപ്പ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. അതെല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പപ്പയുടെ സ്വന്തം മോളെ ഞാൻ. എന്റെ മനസ്സിൽ പപ്പയ്ക്കുള്ള സ്ഥാനം ഈ ലോകത്ത് മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. അത്രയും കേട്ടതോടെ ശാലിയുടെ പരിഭവമൊക്കെ മാറി. അതുകൊണ്ട് അലീന അച്ഛനെയും പപ്പയെയും മാറി മാറി നോക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ മനുവേണ്ണ കല്യാണം കഴിക്കണം എന്ന് പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും എന്റെ അച്ഛനുണ്ട്. പക്ഷേ മനുവേണ്ണെ വിവാഹം കഴിക്കരുത് എന്ന് വിലക്കാനുള്ള അവകാശം പപ്പയ്ക്കും ഉണ്ട്. കാരണം പപ്പയാണ് എന്നെ ഇപ്പൊ സംരക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോ ആർക്കും പരാതിയില്ലാതെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരേ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതിരിക്കാം. എല്ലാരും ചേർന്ന് എനിക്കൊരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പൈസ തന്നാ മതി. അപ്പൊ ബാലേന്ദ്രനും ശാലി അവിടെ ഒന്ന് നിശബ്ദരാവുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ പറയും, നിന്റെ പപ്പ പറഞ്ഞത് എന്താന്നറിയോ മോളെ? പാലായിൽ നിന്ന് നിന്നെ കാണാനായിട്ട് ആരും ഇവിടെ വരരുതെന്ന്. ഇതാണ് നിന്റെ പപ്പയുടെ ഓർഡർ. ഇത് കേട്ടതും അലീന ചോദിക്കും, ആണോ പപ്പ? പപ്പ അങ്ങനെ പറഞ്ഞോ? അതേ മോളെ, ഞാൻ പറഞ്ഞു. ആ കുടുംബത്തിൽ നിന്ന് ആരും ഇവിടെ വരരുത്. അവര് വരുന്നത് എനിക്ക് ഇഷ്ടല്ല. അപ്പോൾ അലീന ബാലേന്ദ്രനോട് പറയും, പപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടേക്ക് ആരും വരാൻ പാടില്ല. കാരണം അത് എന്റെ പപ്പയുടെ വീടാ. ഇവിടെ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ പപ്പയ്ക്കാണുള്ളത് എന്ന് അലീന പറയുമ്പോ ബാലേന്ദ്രനാകെ വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് അലീന ബാക്കി പറയും, ഞാൻ കൂടെ കൂടെ പാലായിൽ വന്ന് നിങ്ങളെല്ലാവരെയും കണ്ടോളാം. അച്ഛനൊന്ന് വിളിച്ചാ മതി, ഞാൻ ഓടി അങ്ങോട്ട് വരും. അതിനുള്ള അനുവാദമൊക്കെ ഞാൻ പപ്പയോട് ചോദിച്ചു വാങ്ങിക്കോളാം. ബാലേന്ദ്ര മേനോന് അത് കേട്ടപ്പോ തൃപ്തിയായി. ബാലേന്ദ്രന്റെ മുഖത്ത് ഒരു സന്തോഷമൊക്കെ വരും. അങ്ങനെ അലീന പറയും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു മത്സരം വേണ്ട പപ്പ. മത്സരിച്ചു കഴിഞ്ഞാ നിങ്ങൾ രണ്ടുപേരും ജയിക്കും, ഞാനായിരിക്കും തോൽക്കുക എന്ന് പറയുമ്പോ ബാലേന്ദ്ര മേനോനും ശാലിയോടെ നിശബ്ദരാവുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ പറയും, ഞാൻ ഇനി നിൽക്കുന്നില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേൽക്കുമ്പോ അലീന പറയും, അതൊന്നും പറഞ്ഞാ പറ്റില്ല. അച്ഛൻ ചായ എല്ലാം കുടിച്ച് സാവധാനം പോയാ മതി എന്നൊക്കെ പറഞ്ഞ് അലീന ബാലേന്ദ്രന് ചായക്ക് കൊടുക്കും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോ ബാലേന്ദ്രൻ പോകാൻ നിൽക്കും.
അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ ഇനി എന്നാ ഇങ്ങോട്ട് വരാ? അപ്പൊ ബാലേന്ദ്രൻ പറയും, ഇനി ഇങ്ങോട്ട് വരരുതെന്നല്ലേ മോളെ നിന്റെ പപ്പയുടെ ഓർഡർ. അയ്യോ അച്ഛാ, അച്ഛൻ പപ്പ പറഞ്ഞതൊന്നും കാര്യാക്കരുത്. അച്ഛൻ എന്നെ കാണാൻ വരണം. ആലോചിക്കാം മോളെ, ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു പോകുന്ന ബാലേന്ദ്രനെ കാണിച്ചാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.